വിഷപ്പാമ്പുകളെ ഭയന്ന് ജീവിതം പൊറുതിമുട്ടി ജീവിക്കുകയാണ് കിഴക്കൻ മലയോര പ്രദേശമായ കൊല്ലം അഞ്ചൽ എരൂർ നിവാസികൾ. പ്രദേശത്ത് പാമ്പുകടിയേറ്റുള്ള മരണങ്ങൾ തുടർക്കഥയായതോടെ ശാശ്വതമായ പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അഞ്ചൽ എരൂർ പഞ്ചായത്തിലെ തെക്കേവയൽ ഭാഗത്തുള്ളവരാണ് വിഷപ്പാമ്പുകളെ ഭയന്ന് ആശങ്കയിലായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തെക്കേവയൽ ഭാഗത്തുനിന്നും പാമ്പുകടിയേറ്റ് ചികിത്സയിലായിരുന്ന രാമചന്ദ്രൻ മരിച്ചിരുന്നു. പ്രദേശത്തെ കുറ്റിക്കാടുകൾ വൃത്തിയാക്കുന്നതിനിടെ വീണ്ടും മറ്റൊരാൾക്ക് കൂടി പാമ്പുകടിയേറ്റു. ഇയാൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ദിവസങ്ങൾക്ക് മുൻപ് പാമ്പുകടിയേറ്റ മറ്റൊരു സ്ത്രീ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. എന്നെ ഒരു വട്ടം പാമ്പ് കടിച്ചതാ, ഞാൻ മരിച്ച് ജീവിച്ചതാ. ഇനി എനിക്കുള്ള വീട്ടിൽ ഞാൻ തനിച്ചേ ഉള്ളു. 4 ദിവസവും കാടാ. 3-4 ദിവസം മുമ്പ് ഒരാളെ പാമ്പ് കടിച്ച് അയാൾ ചികിത്സയിൽ കിടന്ന അയാൾ മരിച്ച്. കാടെടുക്കാൻ വന്ന ആളിനെ പാമ്പ് കടിച്ച് അയാൾ ചികിത്സയെ കഴിയുക. പാമ്പ് പിടുത്തക്കാരൻ കൂടിയായ എരൂർ സ്വദേശി സജീവനും പ്രദേശത്ത് നിന്ന് പാമ്പ് കടിയേറ്റിരുന്നു. വീട്ടുമുറ്റത്ത് ആകസ്മികമായി കണ്ട അണലിയെ വളർത്തുനായ കടിച്ചു കൊന്നതോടെ പാമ്പ് വീതിയിൽ അക്ഷരാർത്ഥത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് പ്രദേശവാസികൾ. പരിസര ഭാഗങ്ങളിൽ എന്ന് പറയുന്നത് അഗാധമായ കാട് കയറി കിടക്കുകയാണ്. ഒന്നാമത് റബ്ബർ തോട്ടം. ഇവിടെ വീട്ടിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു പാമ്പിനെ ഒരു പട്ടി കയറി പിടിച്ചു. ആ പാമ്പിനെ കടിച്ചു കൊന്നതുകൊണ്ട് ഈ ഒരു ജീവൻ അല്ലെങ്കിൽ 2 ജീവൻ അല്ലെങ്കിൽ എത്ര ജീവൻ പോകുമെന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശം സന്ദർശിച്ചെങ്കിലും പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല. പാമ്പുകടിയേറ്റുള്ള മരണങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ ശാശ്വത പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.